അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദ്. സഹോദരന്മാരെ, തജ്വീദിനെക്കുറിച്ച് അതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ തജ്വീദ് അനുസരിച്ച് ഓതുന്നതിനെക്കുറിച്ചും മഖാരിജുൽ ഹുറൂഫുകളെക്കുറിച്ചുമൊക്കെ നാം മനസ്സിലാക്കി. പൊതുവായിട്ടുള്ള 5 മഖാരിജുകളും ഖാസായിട്ടുള്ള 17 മഖാരിജുകളുമുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ മഖ്റജിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതാണ്. അൽ ജൗഫ്, ഹുറൂഫുൽ മദ്ദാണ് അവിടെ നിന്നും പുറപ്പെടുന്നത്. ഇന്ന് നാം മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ മഖ്റജിനെക്കുറിച്ചാണ്. അൽ മഖ്റജ് സാനി മിനൽ മഖാരിജിൽ ആമ്മ. രണ്ടാമത്തെ മഖ്റജ് അൽ ഹൽഖ്, തൊണ്ടയാണത്. വഫീഹി സലാസത്തു മഖാരിജ്, അതിന് 3 മഖ്റജുകളുണ്ട്. തൊണ്ടയുടെ ഭാഗത്ത് നിന്ന് 3 സ്ഥലങ്ങളിൽ നിന്നാണ് ഈ അക്ഷരങ്ങൾ വരുന്നത്. തഖ്റുജു മിൻഹാ സിത്തത്തു അഹ്റുഫ്, 6 അക്ഷരങ്ങളാണ് തൊണ്ടയിൽ നിന്നും പുറപ്പെടുന്നത്. അത് 3 ഭാഗങ്ങളിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തെ മഖ്റജായിട്ടുള്ളത് അഖ്സ അൽ ഹൽഖ്, തൊണ്ടയുടെ അങ്ങേയറ്റം, നമ്മുടെ നെഞ്ചിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം, അതാണ് തൊണ്ടയുടെ അങ്ങേയറ്റം. ആ ഭാഗത്ത് നിന്ന് 2 ഹർഫുകളാണ് പുറപ്പെടുന്നത്. ഒന്ന് അൽ ഹംസ, രണ്ടാമത്തേത് അൽ ഹ. ഹംസ, ഹ എന്നീ 2 അക്ഷരങ്ങളാണ് തൊണ്ടയുടെ അങ്ങേ അറ്റത്ത് നിന്ന് പുറപ്പെടുന്നത്. അതവിടെ നിന്ന് തന്നെ ഉച്ചരിക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കണം. പലപ്പോഴും ഈ 2 അക്ഷരങ്ങളും പല ആളുകളും ഉച്ചരിക്കുന്നത് വായിൽ നിന്നാണ്, വായിൻ്റെ ഉൾഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ അറ്റത്ത് നിന്നോ ഒക്കെയാണ് എന്ന് നമുക്ക് ആളുകളുടെ ഓതൽ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ അത് വ്യക്തമാക്കാം. ഹംസ ഉച്ചരിക്കുമ്പോൾ ആ എന്നുള്ള അതിൻ്റെ ഉച്ചാരണം വ്യക്തമായി കേൾക്കണം. ഉദാഹരണത്തിന് അകല, ഉലൈക, ഇന്നമാ തുജ്സൗന, അമ്മ യതസാഅലൂൻ. ഇവിടെയൊക്കെ ഹംസ ശരിയായ രൂപത്തിൽ കേൾക്കുന്ന രീതിയിലായിരിക്കണം നാം ഉച്ചരിക്കേണ്ടത്. അതുപോലെ തന്നെ ഹംസയുടെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഹംസക്ക് മുമ്പായി സുക്കൂനുള്ള ഏതെങ്കിലും അക്ഷരങ്ങൾ വരിക എന്നുള്ളത്. സുക്കൂനുള്ള അക്ഷരങ്ങൾ വരുമ്പോൾ ആ സുക്കൂനിന് ശേഷം നാം ഹംസ വ്യക്തമായ രൂപത്തിൽ ഉച്ചരിക്കണം. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാകുന്നത് വെച്ചാൽ ഹംസയും അതിന് മുമ്പുള്ള അക്ഷരവും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാണ് ആളുകൾ ഉച്ചരിക്കുക. ഉദാഹരണത്തിന് അൽ അർദ, അലം നജ്അലിൽ അർദ മിഹാദ. അവിടെ അൽ അർദ എന്നുള്ളത് നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാകുക? ലാമിനെയും ഹംസിനെയും കൂടി കൂട്ടി യോജിപ്പിച്ചാണ് ആളുകൾ ഉച്ചരിക്കുക. കൂട്ടി യോജിപ്പിക്കുക മാത്രമല്ല, അവിടെ ഷദ്ദ് കൊടുക്കുകയും ചെയ്യും. അൽ അർദ, അൽ അർദ എന്ന രൂപത്തിൽ ആളുകൾ ഉച്ചരിക്കും. ഹംസയുടെ ഉച്ചാരണത്തിൽ പല ഖിറാഅത്തുകളിൽ, പല റിവായത്തുകളിൽ ഉച്ചരിക്കുമ്പോൾ ഹംസയെ സാധാരണ തസ്ഹീൽ ചെയ്ത് ഉച്ചരിക്കാറുണ്ട്. പക്ഷെ എന്നാലും അവിടെയൊന്നും ഷദ്ദ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല.
ഇപ്പോൾ വർഷ് റിവായത്ത് വർഷിൽ ഖിറാഅത്ത് വർഷിൽ ഓതുകയാണെങ്കിൽ അലം നജ്അലിൽ അർദ എന്നാണ് ഓതുക. പക്ഷേ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹഫ്സിനെ കുറിച്ച്, ഹഫ്സിൻ്റെ റിവായത്തിലാണ്. ഹഫ്സിൻ്റെ റിവായത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നാം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഹംസ് വ്യക്തമായി കേൾക്കുന്ന രൂപത്തിൽ തന്നെയായിരിക്കണം നാം ഓതേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് സുക്കൂൻ വന്നാൽ ആ സുക്കൂൻ വന്ന അക്ഷരം ഹംസിനോട് കൂട്ടി യോജിപ്പിക്കാതെ ഹംസ് വ്യക്തമാകുന്ന രൂപത്തിൽ നാം ഓതണം. മറ്റൊരു ഉദാഹരണത്തിൽ കാണാം, ആന ആന. ആളുകൾ ചിലപ്പോൾ ഓതുമ്പോൾ ആലാന എന്നോതും. പക്ഷേ വ്യക്തമായി ഹംസ കേൾക്കുന്ന രൂപത്തിൽ തന്നെ നാം ഓതണം. ആന. അതുപോലെ തൻവീൻ സുക്കൂൻ ചെയ്തു വരിക, തൻവീൻ ചെയ്തു വരിക, സുക്കൂനായ നൂന് അതിനുശേഷം ഹംസ വരിക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വജന്നാത്തിൻ അൽഫാഫ. അവിടെ സുക്കൂനായ നൂനും കേൾക്കണം, അല്ലെങ്കിൽ തൻവീനും കേൾക്കണം, ഹംസയും കേൾക്കണം. രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചല്ല ഉച്ചരിക്കേണ്ടത്. കൂട്ടി യോജിപ്പിക്കുമ്പോൾ ജന്നാത്തിൻ അൽഫാഫ എന്ന് വരും. അപ്പോൾ അവിടെ അർത്ഥം മാറുകയും ആ ഉച്ചാരണം തന്നെ മാറിപ്പോവുകയും ചെയ്യും. നൂനിൻ്റെ ഉച്ചാരണമാണ് അവിടെ വരിക. നാം ഹംസയാണ് ഉച്ചരിക്കേണ്ടത്. വജന്നാത്തിൻ അൽഫാഫ. ഈ രൂപത്തിൽ ഹംസ ഉച്ചരിച്ച് തന്നെ നാം പഠിക്കുക. ഇന്ന് ഹംസയെക്കുറിച്ച് മാത്രമാണ് നാം ഈ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ അക്ഷരം കൃത്യമായി പുറപ്പെടുവിക്കുവാൻ നാം പരിശ്രമിക്കുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, തംരീനിലൂടെ മാത്രമേ നമുക്ക് അക്ഷരങ്ങൾ വ്യക്തമായ രൂപത്തിൽ പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു അക്ഷരം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മറ്റേലേക്ക് കടന്നു പോകുന്ന രൂപത്തിൽ വേണം നാം ഇത് പഠിച്ചു പോകുവാൻ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു ക്ലാസ് തന്നെ 1, 2, 3 പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ച് കേട്ടാലും അത് കുഴപ്പമില്ല. നമ്മുടെ അക്ഷരങ്ങൾ ശരിയാകുന്നത് വരെ ആ രൂപത്തിൽ കൃത്യമായി തംരീനോടുകൂടി അക്ഷരങ്ങൾ ശരിയാക്കി നാം മുന്നോട്ട് പോവുക. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ച രൂപത്തിൽ തന്നെ ഓതുവാൻ അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൻ നബയിലെ ആദ്യത്തെ 20 ആയത്തുകൾ അല്ലെങ്കിൽ 21 ആയത്തുകൾ ഈ രൂപത്തിൽ ഒന്ന് ഓതി, ഹംസ ഉച്ചരിക്കുന്ന രൂപത്തിൽ ഒന്ന് ഓതി വേണം നാം ഇതിനെ പഠിക്കാൻ. മറ്റ് സൂറത്തുകൾ ഓതുമ്പോഴും ഈ രൂപത്തിൽ തന്നെ നാം പഠിക്കേണ്ടതുണ്ട്.